ഗൈസ് ക്യാപ്കട്ടിനൊരു വെല്ലുവിളിയായിട്ടുള്ള പുതിയൊരു ആപ്പ് ഞാൻ ഈ അടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ആ ആപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. സോ ഇത് പറയുന്നത് മുമ്പ് ഞാൻ ഇപ്പം തന്നെ വന്നേക്കാം, എൻ്റെ സംസാരം കുറച്ച് വളവളപ്പുണ്ടാവും. കാരണം വേറെ അല്ല ഗൈസ്, രണ്ട് ദിവസം മുന്നേ ഞാൻ നാവറിയാണ്ട് കടിച്ചു പോയി. നല്ല എക്സ്ട്രീം കടിയായതുകൊണ്ട് നല്ല പെയിൻ ഉണ്ട് സംസാരിക്കുമ്പോൾ. സോ അതിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടോ എന്നിവ നിങ്ങൾ ക്ഷമിക്കണം. ആൻഡ് നമ്മൾ പറയാൻ വന്നത് ക്യാപ്കട്ടിനെ റിപ്ലേസ് ചെയ്യുന്ന ഒരു പുതിയൊരു ആപ്പ് ഞാൻ റീസെൻ്റ്ലി കണ്ടിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ ക്യാപ്കട്ടിൽ VPN-ഉം ഇതുമെല്ലാം ഓൺ ആക്കിയിട്ട് ചില ഫീച്ചേഴ്സും കിട്ടുവാണ്ട് ഫീച്ചേഴ്സ് മാത്രം ലോക്കായി കിടന്ന്, അതേപോലെ തന്നെ ചില സമയത്ത് സ്റ്റെബിലൈസ് ചെയ്യുന്ന സമയത്തും കുറച്ച് ഇഷ്യൂസ് എല്ലാം വരുന്നതുകൊണ്ട് ഞാൻ ഇതേ സെയിം ആപ്പ് ക്യാപ്കട്ടിൻ്റെ സെയിം ഇൻ്റർഫേസ് സെയിം സ്റ്റെപ്സ് കുറേ അധികം ഫിൽറ്റേഴ്സും എഫക്ട്സും പ്രീസെറ്റ്സും എല്ലാം ഓൾമോസ്റ്റ് ഫ്രീ ആണ് യൂസ് ചെയ്യാൻ. ആൻഡ് ലിറ്ററലി ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ക്യാപ്കട്ടിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും ഇത് യൂസ് ചെയ്യാൻ. കാരണം ഒത്തിരി ഈസി ആയിട്ട് യൂസ് ചെയ്യാമെന്ന് തോന്നിയ ഒരു ആപ്പാണിത്. സോ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടട്ടെ. അതായത് എസ്പെഷ്യലി ഫോർ വീഡിയോ അത്യാവശ്യം എഡിറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ ആപ്പ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എസ്പെഷ്യലി ഞാൻ ഭയങ്കര വലിയ വീഡിയോ എഡിറ്ററൊന്നും അല്ല, ബട്ട് ഇടയ്ക്കൊക്കെ ഞാൻ ചില സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാറുമുണ്ട്. ആൻഡ് സോ ഞാൻ ഈ ആപ്പ് ലൈക്ക് ഇപ്പോൾ കുറച്ചധികമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ലിറ്ററലി നമ്മൾ ക്യാപ്കട്ടിനെ കാരണം കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. VPN ഓൺ ആക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് പക്ഷേ ഞാൻ 2-3 ബഗ്സും കാര്യങ്ങളുണ്ട്. നമ്മൾ മൊബൈൽ ഡേറ്റ ഓൺ ആക്കിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ശരിയാവില്ല. ലൈക്ക് ഇത് ആക്സസ് നമുക്ക് ഈ ആപ്പ് നോട്ട് കണക്റ്റഡ് എന്നാണ് കാണിക്കുക. പകരം വൈഫൈ കണക്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് വർക്ക് ആവുന്നുണ്ട്. ആൻഡ് ഈ ആപ്പിൻ്റെ പേരാണ് ക്വായ്ക്കട്ട്. ഞാൻ എന്തായാലും തമ്മിൽ സംഭവം കണ്ടിട്ടുണ്ടാവും. പിന്നെ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്യും. തൽക്കാലം ഇന്നാവല്ലോ ഇങ്ങനെ ആയതുകൊണ്ട് എഡിറ്റ് ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇല്ല കൈ. സോ എനിവേ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആപ്പിൻ്റെ ഡീറ്റെയിൽ പേരും ഇതെല്ലാം ആഡ് ചെയ്യാം. ആൻഡ് ഈ ആപ്പിൻ്റെ പേരാണ് ക്വായ്ക്കട്ട് എന്നാണ് എൻ്റെ നിഗമനം. എനിവേ ഈ ആപ്പ് അത്യാവശ്യം നല്ലൊരു ആപ്പ് തന്നെയാണ്. ഞാൻ റിയലി 2-3 വീഡിയോസിലും എഡിറ്റ് ചെയ്തിട്ടും ട്രൈ ചെയ്തും നോക്കി. ആൻഡ് ഇറ്റ്സ് ഗുഡ്. കുറേ അധികം ഫിൽറ്റേഴ്സ്, എഫക്ട്സ്, ഫീച്ചേഴ്സ്, ട്രാൻസിഷൻ, ആനിമേഷന്, ടെക്സ്റ്റ് പ്രീസെറ്റ്സ്, അങ്ങനെ ഇഷ്ടംപോലെ പ്രീസെറ്റ്സും ടെംപ്ലേറ്റ്സും എല്ലാം ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ പണിയൊന്നുമില്ല ഗൈസ്. ഡൗൺലോഡ് ചെയ്യാനും കുറച്ച് ഈസിയാണ്. നമ്മൾ ആപ്പ് സ്റ്റോറിൽ ഞാൻ കണ്ടിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ പ്ലേ സ്റ്റോറിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഐ ഡോണ്ട് നോ ഫോർ ഷുവർ. എന്തായാലും ആപ്പ് സ്റ്റോർ ഞാൻ ഡൗൺലോഡ് യൂസ് ചെയ്ത് നമ്മൾ ക്യാപ്കട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൊക്കേഷൻ മാറ്റി, റീജിയൻ മാറ്റി, കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ VPN ഓൺ ആക്കി കഴിഞ്ഞാലാണ് അത്യാവശ്യം ഫീച്ചേഴ്സ്, എഫക്ട്സ് എല്ലാം നമുക്ക് കിട്ടുക. അതേപോലെ ഫീച്ചേഴ്സും അധികം നമുക്ക് കിട്ടില്ല. ബട്ട് ഇതിൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വൈഫൈ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതുള്ള സാധനം എല്ലാം മൊത്തത്തിൽ ഇത് മൊത്തം ആക്സസിബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടെംപ്ലേറ്റ്സ്, പ്രീസെറ്റ്സ്, അങ്ങനെ എല്ലാ കാര്യവും. ഞാൻ ഇതൊരു യൂസ് ചെയ്ത് അത്യാവശ്യം മോശമില്ലാത്തൊരു ആപ്പ് തന്നെയാണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ കറൻ്റ്ലി ഇതുവരെ യൂസ് ചെയ്ത് VN യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാപ്കട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇപ്പോൾ ഞാൻ ക്വായ്ക്കട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻ ഷോർട്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എസ്പെഷ്യലി എനിക്ക് ഇപ്പോൾ കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്നതും ക്വായ്ക്കട്ടാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. കമ്പാരിറ്റീവ്ലി ഞാൻ ഇപ്പോൾ ക്യാപ്കട്ട് അധികം യൂസ് ചെയ്യലില്ല, കുറവാണ്. ക്യാപ്കട്ട് യൂസ് ചെയ്തിട്ട് അത്ര വലിയ സംഭവങ്ങളൊന്നും പക്ഷെ എനിക്കിപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല, ചെയ്യുന്നുമില്ല. പിന്നെ ലിറ്ററലി ബേസിക് വീഡിയോ എഡിറ്റിങ്ങിലായാലും എഫക്ട്സും കാര്യമെല്ലാം ഇടുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ക്വായ്ക്കട്ട് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ നിഗമനം. സോ നമ്മളൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് പരീക്ഷിച്ച് നോക്കുക, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എനിവേ ക്യാപ്കട്ട് യൂസ് ചെയ്ത് ഇൻ്റർഫേസ് സിമിലർ ആയ ഒരാൾക്ക് ഈ ഇൻ്റർഫേസും ഭയങ്കര ഈസി ആയിരിക്കും. കാരണം സെയിം പേര് മാറ്റാണ്ടെന്നാണുള്ളൂ, ബട്ട് ലിറ്ററലി സെയിം ഇൻ്റർഫേസ്, സെയിം സ്റ്റഫ്, ഓൾമോസ്റ്റ് സെയിം സ്റ്റെപ്സ് ആയിട്ട് എനിക്ക് തോന്നിയത്. സോ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ലിറ്ററലി ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ഗൈസ് ഇഷ്ടപ്പെടുമായിരിക്കും. എനിവേ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത്. ഓൾറെഡി എല്ലാം നാവ് സത്യം പറഞ്ഞാൽ എന്തോ ഫുഡ് കഴിക്കുന്ന സമയത്ത് അറിയാണ്ട് കടിച്ചു പോയതാണ്. കടിച്ചു ഡീപ്പായിട്ട് കട്ടായിപ്പോയി. അപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ സംസാരിക്കുമ്പോഴും പെയിനെല്ലാം ഉണ്ട്. ഇത്രയും ഞാൻ സംസാരം കുറവാണ്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് സ്ട്രെസ് കൊടുത്ത് സംസാരിക്കുന്നേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ ഗൈസ്, ബൈ.